വേൾഡ് കപ്പ് T20 രണ്ടാം മത്സരത്തിൽ ഇന്ത്യ 2 ചേഞ്ചോട് കൂടിയിട്ടാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ICC T20 വേൾഡ് ലോകകപ്പിൽ കന്നി അംഗത്തിൽ തന്നെ വമ്പൻ ഷോക്കാണ് അമേരിക്ക നൽകിയത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ റൺമഴ കാണാനെത്തിയ ആരാധകരെ കാത്തിരുന്നത് പക്ഷേ ഇന്ത്യയുടെ വിക്കറ്റ് മഴയാണ്. ഇതോടെ ഇന്ത്യ ശരിക്കും കളി മറന്നു എന്ന് വരെ ആരാധകർ കരുതിയിട്ടാ. അത്രയ്ക്ക് ദയനീയമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. പവർ പ്ലേയിൽ തന്നെ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ 4 പവലിയനിലെത്തിയിട്ടാ. 46-4 എന്ന നിലയിൽ ഇന്ത്യ പവർ പ്ലേ അവസാനിപ്പിച്ചത്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷാൻ, തിലക് വർമ്മ, അതേപോലെ തന്നെ ശിവൻ ദുബെ ഇവരെല്ലാവരും ആ സമയത്ത് ഔട്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് സൂര്യകുമാർ യാദവും അതേപോലെ തന്നെ റിങ്കു സിംഗും കൂടി ചേർന്നിട്ടായിരുന്നു ഒരു നല്ലൊരു ഇന്നിങ്സ് അത്യാവശ്യം പടുത്തുയർത്താൻ നോക്കിയത്. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാവരും കൊഴിഞ്ഞു പോയെങ്കിലും ഒരു ഭാഗത്ത് സൂര്യകുമാർ യാദവ് മാത്രം നിന്നിട്ട് ഇന്ത്യയുടെ ഇന്നിങ്സ് പടുത്തുയർക്കുകയായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബൗളേഴ്സ് അഗ്രഷൻ കാണിച്ചു തുടങ്ങിയതോടുകൂടിയിട്ട് USA ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായിട്ട് ഇന്നിങ്സിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ബാറ്റ് വീശാൻ തുടങ്ങുമ്പോഴൊക്കെ വിക്കറ്റുകൾ വീഴുന്നതോടുകൂടിയിട്ട് അവർ കാര്യമായിട്ട് വലിയ ഇന്നിങ്സുകൾ ആർക്കും പടുത്തുയർക്കാനായിട്ട് പറ്റിയില്ല. അത് സ്കോർ ബോർഡിൽ വലിയ നാശം വിധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതോടുകൂടിയിട്ട് ഇന്ത്യ 29 റൺസിൻ്റെ മാർജിനിൽ കളി വിജയിക്കുകയും ചെയ്തു. ഇനി സെക്കൻഡ് കളിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ ഈ ഒരു വിജയിച്ച ടീമിൽ നിന്നും 2 പേരെ ചേഞ്ചോട് കൂടിയിട്ടായിരിക്കും രണ്ടാമത്തെ കളിയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആളാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംറ ടീമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ബുംറയ്ക്ക് പകരം ടീമിൽ നിന്നും പോകാനായിട്ട് പോകുന്നത് മുഹമ്മദ് സിറാജാണ്. ബുംറനെ പോലെയുള്ളൊരു ബൗളർ മാറി നിൽക്കുന്ന സമയത്ത് അവസാന ഓവറുകളിൽ റണ്ണ് വിട്ടുകൊടുക്കാതെയുള്ള ബൗളിങ് ചെയ്യാനുള്ളൊരു ബൗളറിൻ്റെ കുറവ് ശരിക്കും ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കളികളിൽ ജസ്പ്രീത് ബുംറനെ സ്ഥിരമായിട്ട് ടീമിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പകരക്കാരനായി വന്ന മുഹമ്മദ് സിറാജ് ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുള്ളതാണ് രണ്ടാമത്തെ കളിയിലുള്ളൊരു കാര്യം. പിന്നെ അടുത്തതായിട്ട് മാറാൻ പോകുന്നത് ഇന്ത്യൻ ഓപ്പണർ കൂടി വെടിക്കെട്ട് ബാറ്റ്സ്മാനും കൂടിയായിട്ടുള്ള അഭിഷേക് ശർമ്മയുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മുതൽ കാര്യമായിട്ടുള്ള ഫീവർ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കളി അദ്ദേഹത്തിന് മിസ്സാവും എന്നാണ് ടീമിൻ്റെ സൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു ടീമിൽ വരും എന്നുള്ളതാണ് അടുത്തൊരു വശം. അത് എങ്ങനെയാണെങ്കിലും ഈ ഒരു ഓപ്പണേഴ്സ് ഒരാൾക്ക് പരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ടീമിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും സഞ്ജു ടീമിൽ വരുന്നുള്ളത് ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് എന്തായാലും ഒരു കളിയെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്തൊരു കളി അഭിഷേക് ശർമ്മ മാറി നിൽക്കുകയാണെങ്കിൽ സഞ്ജു ടീമിൽ വരികയും തുടർന്ന് അതിനുശേഷം വരുന്ന കളിയിൽ അഭിഷേക് ശർമ്മ ടീമിൽ വരികയും സഞ്ജു ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കേണ്ടതായിട്ടും വരും.